സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്ക് വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. 8-ന് സൂചനാ പണിമുടക്ക്. 22 മുതൽ അനിശ്ചിതകാല പണിമുടക്കാണ്. അരുൺ ആലത്തൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ മാസം 8-ാം തീയതി സൂചനാ പണിമുടക്ക് നടത്തും എന്നുള്ളതാണ് ബസ് ഉടമകളുടെ സംയുക്ത സമര സമിതി പറയുന്നത്. ഒപ്പം 22-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. പ്രവർത്തന ചെലവിലെ വർധനവും ബസ്സുകളിൽ കയറുന്ന യാത്രക്കാരുടെ എണ്ണത്തിലെ കുറവും മൂലം സ്വകാര്യ ബസ് മേഖല വളരെ പ്രതിസന്ധിയിലാണ് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ പറയുന്നത്. ഈ വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കണമെന്നുള്ളത് കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. പലതവണ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് ബസ് ഉടമകൾ പറയുന്നത്. ഒപ്പം ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക, ബസ് ജീവനക്കാർക്ക് PCC വേണമെന്ന കരിനിയമം പിൻവലിക്കുക, ഈ ചലാൻ വഴിയുള്ള അന്യായമായ പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ സമരത്തിലേക്ക് കടക്കുന്നത്. 22-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായി ജൂലൈ 8-ന് ഈ മാസം 8-നാണ് സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള സൂചനാ പണിമുടക്ക് നടത്തുന്നത്. ഈ വ്യവസായം നിലനിൽക്കാൻ ഈ ബസ്സുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ഇതിലേക്ക് കയറുന്ന യാത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവില്ലാത്തത് കൊണ്ടാണ് ഈ വ്യവസായം തകർന്നു പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ഗവൺമെന്റ് ഈ പൊതുഗതാഗതം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും എടുക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവ് അടിയന്തരമായിട്ട് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾക്ക് ഈ സമരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ കാർഡ് വിതരണത്തെക്കുറിച്ച് ഇവിടെ ബസ്സിൽ പുസ്തകം വെച്ച് കഷത്ത് വെച്ച് ബസ്സിൽ കയറുന്ന മുഴുവൻ ആളുകൾക്കും കൺസെഷൻ കൊടുക്കാൻ ഗതിയായിട്ടില്ല ഞങ്ങൾ സ്വകാര്യ ബസ്സുകളിൽ. അതിനൊരു മാനദണ്ഡം നിശ്ചയിക്കണം. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി വിദ്യാർത്ഥികളുടെ കൺസെഷനെ കുറിച്ച് അദ്ദേഹം ദിവസേന സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ വാർത്താ ചാനലുകളിലും പത്രമാധ്യമങ്ങളിലൊക്കെ വ്യക്തമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് കേവലം 20,000 വിദ്യാർത്ഥികളെ മാത്രം കയറ്റിക്കൊണ്ടുപോകുന്ന KSRTCയുടെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ദിവസേന ഇത്തരം വാർത്താ സമ്മേളനം നടക്കുമ്പോൾ 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ടുപോകുന്നവരാണ് ഞങ്ങളുടെ സ്വകാര്യ ബസ്സുകൾ. ഞങ്ങൾക്ക് വേറെ മന്ത്രിയൊന്നുമില്ല. ഞങ്ങളുടെ മന്ത്രി ഈ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെയാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ കീഴിൽ തന്നെയാണ് ഈ KSRTC സ്വകാര്യ ബസ്സുകളും. കേവലം 3500 KSRTC ബസ്സുകളുടെ കാര്യമല്ലാതെ ഇവിടെ വരുന്ന 10,000-ഓളം താഴെ വരുന്ന സ്വകാര്യ ബസ്സുകളുടെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഒന്നും മിണ്ടുന്നില്ല. അദ്ദേഹം KSRTCയുടെ മന്ത്രി മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ വ്യവസായം സംരക്ഷിക്കും. ഞങ്ങൾ ഇവിടെ സംസ്ഥാന സർക്കാർ കാലാകാലങ്ങളിൽ പറയുന്ന മുഴുവൻ സാമൂഹ്യ ബാധ്യതകൾ നിറവേറ്റുന്നവരാ. സർക്കാർ തരുന്ന പെർമിറ്റിലാണ് ഞങ്ങൾ ഓടുന്നത്. സർക്കാർ വരുന്ന സമയത്താണ് ഞങ്ങൾ